വളരെ സിമ്പിളായിട്ട് ഇത് തുറക്കാനും അടയ്ക്കാനും നമ്മൾ ഈ സൈഡിലത്തെ കംപ്ലീറ്റ് വോളാണ് നമ്മൾ ഇങ്ങോട്ട് മറിച്ചേക്കുന്നത്. ക്യാമറ ഒക്കെ മാറ്റിക്കോ, ചിലപ്പോൾ നിങ്ങൾ നനഞ്ഞെന്നിരിക്കും, കുറച്ച് ദൂരേക്ക് അല്ലേ. ഇത് നമ്മുടെ ടോയ്ലറ്റ് ആണ്. അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കുളിക്കാം. ഒരു ചെറിയൊരു വണ്ടിയിൽ ഇത്രയും കാര്യങ്ങൾ, അതായത് ഞാൻ പറഞ്ഞ ഡാൻസ് വരെ വേണമെന്നുണ്ടെങ്കിൽ കളിക്കാം. എത്ര പേർക്ക് ഏകദേശം. അതിന്റെ ഇടയിൽ ഇവിടെ ഒരു സ്പ്രിങ് കാണണം, അതെന്താ സംഭവം? ROVER എന്ന് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കുറിയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 2 തവണ നിങ്ങളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. യൂണിക്കോൺ കോച്ച് വർക്ക്സ്, നമ്മുടെ മാത്യു ചേട്ടനും വിനീത ചേച്ചിയും. ആ 2 വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതാദ്യം പോയി കാണണം കേട്ടോ. ഇവിടെ ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് ഒരു മഴ വാന് നിർമ്മിച്ചിട്ടുണ്ട് നമ്മുടെ മാത്യു ചേട്ടൻ. ഒരു പുതിയൊരു വണ്ടി. മഴ വാനെന്ന് മാത്രം പറഞ്ഞ് നിർത്താൻ പറ്റില്ല, പല കാര്യങ്ങളുമാണ് ഒരു ചെറിയൊരു വെഹിക്കിൾ ചെയ്തു വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ നമ്മൾ കാണാൻ പോവാണ്. നേരെ മഴയുടെ വാനിലേക്ക്. മാത്യു ചേട്ടാ, ഇത് നമ്മുടെ ഒരു 3ാമത്തെ വെഹിക്കിൾ അല്ലേ? അതെ അതെ അതെ. ഓൾറെഡി 2 നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇത് 3ാമത്. ഇത് വളരെ വ്യത്യസ്തമായതുമാണ് അല്ലേ? തീർച്ചയായിട്ടും വ്യത്യസ്തമായ ഒരു സംഭവം. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇത്ര വലിയ മഴ പെയ്ത സമയത്തായിട്ട് പോലും ഓടി ഇങ്ങോട്ടേക്ക് വന്നത്. നിങ്ങൾ ഇന്ന് വന്നതുകൊണ്ടാണ് ഇത് എടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇന്ന് പറ്റത്തില്ല. ഇത് ഈ വണ്ടി നമ്മൾ മധുരയിലേക്ക് പറഞ്ഞു വിടുന്ന വണ്ടിയാണ്. അവിടുത്തെ ഒരു NGO അസോസിയേഷന് വേണ്ടി ഇത് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ കേരളത്തിലേക്ക് വേണ്ടിയിട്ടല്ല. കേരളത്തിലേക്കല്ല. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഓർഡർ വന്നത് ഇങ്ങോട്ടേക്ക്? നമുക്ക് ഓർഡർ വരാനെന്ന് പറഞ്ഞാൽ ഇവർ ഈ ഇത് പല കമ്പനികളിൽ, പൂനെയിൽ പല കമ്പനികളിലും ഇത് കൊടുത്തിരുന്നു. അവരുടെയൊക്കെ ഐഡിയയെക്കാട്ടി കൂടുതലായിട്ട് നമ്മൾ കൊടുത്ത ഒരു ഐഡിയ അവർ സക്സസ്ഫുള്ളായിട്ട് കണ്ടു. അതുകൊണ്ടാണ് നമ്മളെടുത്ത് വന്നത്. ഈ ഒരു വണ്ടി ഇന്ത്യയിൽ തന്നെ ഈ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് വരുന്നൊരു ഇതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വണ്ടി ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ. ഇത് എന്താണ് ഇത് ഈ ഒരു വെഹിക്കിളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ പ്രോജക്റ്റിന്റെ പേര് നന്നീർ എന്നാണ്. നന്നീർ എന്ന് പറയുന്നത് നല്ല വെള്ളം എന്നുള്ളതാണ് തമിഴിൽ അത് ഉദ്ദേശിക്കുന്ന ഒരു ഇത്. തമിഴ്നാട്ടിൽ മധുരയിലുള്ള ഒരു NGO അസോസിയേഷനാണ് ഈ നന്നീർ എന്ന് പറയുന്നത്. അവർക്ക് 2-3 കൺസേൺസ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവർക്കൊരു വാഷ്റൂം സെറ്റപ്പ് വേണം, ടോയ്ലറ്റ് സെറ്റപ്പ് വേണം, ഒരു കിച്ചൺ ആവശ്യമുണ്ട്, ഒരു സ്റ്റേജ് ആവശ്യമുണ്ട്, പിന്നീട് ഒരു റെയിൻ സെറ്റപ്പ് വേണം. റെയിൻ സെറ്റപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ് എങ്ങനെ നടക്കും, ഇല്ലെങ്കിൽ വാട്ടർ എങ്ങനെ പ്രിസർവ് ചെയ്യുന്നു, ഇതാണ് അവരുടെ ഒരു കോൺസെപ്റ്റ് തന്നെ. അതിനുവേണ്ടിയാണ് നമ്മളോട് പ്രോജക്റ്റ് തരാനായിട്ട് പറഞ്ഞു. നമ്മളൊരു പ്രോജക്റ്റ് കൊടുത്തു, വണ്ടിയിലൊരു ഡിസൈൻ കൊടുത്തു. ഈ ഡിസൈനാണ് അവർ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു വണ്ടിയിൽ ഇത്രയും കാര്യങ്ങൾ വേണമെന്നുള്ളത് എല്ലാ സെറ്റപ്പും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അടക്കം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് നോക്കി കാണാം എന്തൊക്കെയാണെന്നുള്ളത്. ഒന്ന് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കാണാം. ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ അശോക് ലൈലാൻഡിൻ്റെ ബഡാദോസിലാണ് ചെയ്തിരിക്കുന്നത്. ബഡാദോസിൻ്റെ ചേസ് വന്നിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ നമ്മുടെ ഈ പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു വെള്ളത്തിൻ്റെ റിസർവ് ചെയ്യാനായിട്ടുള്ള ഇതാണ്. ഏകദേശം 400 ലിറ്റേഴ്സ് അവിടെ നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് അത് ക്യാരി ചെയ്യുന്നുണ്ട്. അതെ, ഇത്രയും പോർഷൻ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളത്തിന് വേണ്ടിയുള്ള പോർഷനാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ഞാനൊരു സ്റ്റേജിൻ്റെ കാര്യം പറഞ്ഞില്ല. സ്റ്റേജിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പോർഷൻ ഇത്രയുമാണ്. ഏകദേശം 100 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു സപ്പോർട്ടാണ് നമുക്കിത് കൊടുത്തേക്കുന്നത്. അത് കൂടാതെ തന്നെ നമ്മൾ ഇതിനൊരു കാൻഡിലിവർ സപ്പോർട്ട് ആയതുകൊണ്ട് നമ്മളൊരു അഡീഷണൽ സപ്പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ട്? അതിൽ നിൽക്കില്ലേ? അത് മറ്റേ ഈ ചെയിനിൽ ഇത് നിൽക്കും. പക്ഷെ എന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു സപ്പോർട്ട് കൊടുത്തേക്കുന്നത്, ഒരു കാൻഡിലിവറിന് വേണ്ടി അഡീഷണൽ സപ്പോർട്ട് കൊടുത്തേക്കുന്നതാണ്. അതുകൂടാതെ തന്നെ രണ്ടാമതൊരു സപ്പോർട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. 2 സപ്പോർട്ട് എക്സ്ട്രാ കൊടുത്തേക്കും. അപ്പൊ ഇതിനൊരു അനക്കോ സംഭവിക്കില്ല? ഒന്നും സംഭവിക്കത്തില്ല. ഇതിനകത്ത് കിടന്ന് ഡാൻസ് വേണമെന്നുണ്ടെങ്കിലും കളിക്കാം. അതെ, അത് വേണമെങ്കിലും കളിക്കാം. അതുപോലെ തന്നെ നമ്മളിവിടെ കയറാനായിട്ട് നമ്മൾ ഇവിടെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് ഉള്ളിലുണ്ടാവും. അതെ, ഈ സ്റ്റെപ്പ് അകത്തായിരിക്കും. അകത്തുനിന്ന് നമ്മൾ തുറന്ന് വരുന്നു, ഇങ്ങനെ അകത്ത് കയറാം. ഇതിനകത്ത് കൺട്രോൾസ് ഇവിടെ നമ്മൾ UPS കൊടുത്തിട്ടുണ്ട്. സോളാർ മേളിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ സോളാർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ UPS കൊടുത്തിട്ടുണ്ട്. UPS വെച്ചിട്ട് ഒരു 220 AHന്റെ ബാറ്ററി ചാർജ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഇതിനടിയിലായിട്ട് കൊടുത്തേക്കുന്നത്. എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി കവേർഡ് ചെയ്താണ് കൊടുത്തേക്കുന്നത്. അതാരും കാണാത്ത രീതിയിൽ അതെ, അത് കൊടുത്തേക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള വെന്റിലേഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് അകത്ത് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ഇവിടെ എൻഡ് വരെ വന്നെന്ന് പറഞ്ഞാൽ
ഒരു അനക്കോ ഈ സ്റ്റേജിനുണ്ടാകത്തില്ല. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അതാണ് ഞാൻ പറഞ്ഞ ഡാൻസ് വരെ വേണമെന്നുണ്ടെങ്കിൽ കളിക്കാം. എത്ര പേർക്ക് ഏകദേശം ഇവ 6-7 പേര് കയറിയാലും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ശരി. അതെ. അപ്പൊ ഇതിന്റെ പുറകുവശത്ത് നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു ചെയറൊക്കെ ഇടാം അല്ലേ? ഇതിന്റെ പുറകിൽ ചെയർ ഇടാം, ഒരു പോഡിയം ഇവിടെ പ്ലേസ് ചെയ്യാം, മൈക്ക് കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് അവർക്ക് ഇതുള്ളത്. ഇത് നമുക്ക് പല കാര്യത്തിനും ഉപയോഗിക്കാം, പല കാര്യത്തിനും ഉപയോഗിക്കാം. മാത്രമല്ല നമുക്ക് ഈ ഇലക്ഷന്റെ പരിപാടിക്കൊക്കെ ഇലക്ഷനൊക്കെ വേണം ഉപയോഗിക്കാം. ഇനി അടുത്ത ഇലക്ഷന് വേണ്ടി 2024 ഇലക്ഷന് വേണ്ടി നമുക്ക് ഇങ്ങനെ വണ്ടി ഉണ്ടാക്കപ്പെടേണ്ടി വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ, കാരണം ഒരു സ്ഥലത്തൂടെ നമ്മൾ സ്റ്റേജ് കെട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല കോസ്റ്റ് ഉള്ളതാണ്. ഓരോ പ്രോഗ്രാമിന് ഓരോ തരത്തിൽ ഒരു 10 പ്രോഗ്രാം 15 പ്രോഗ്രാം നടക്കുന്ന ഒരു ഇതിൽ വണ്ടി അങ്ങനെ ഓടിപ്പോകുന്നു. അവിടെ ഒക്കെ നമുക്ക് സ്റ്റേജ് ഉപയോഗിക്കപ്പെടാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ഇത് തുറക്കാനും അടയ്ക്കാനും നമ്മൾ ഈ സൈഡിലത്തെ കംപ്ലീറ്റ് വോളാണ് നമ്മൾ ഇങ്ങോട്ട് മറിച്ചേക്കുന്നത്. അത് കംപ്ലീറ്റ്ലി ഒരു സ്വിച്ചിൽ കൂടെ ഇത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാണ് ഇത് ചെയ്തേക്കുന്നത്. സ്വിച്ച് പ്രസ് ചെയ്താൽ ഇത് സാധനം കയറുകയും അതുപോലെ തന്നെ വെളിയിൽ ഇറങ്ങുകയും ചെയ്യും. അതിന്റെ ഇടയിൽ ഇവിടെ ഒരു സ്പ്രിങ് കാണാം, അതെന്താ സംഭവം? ആ സ്പ്രിങ് കൊടുത്തേക്കുന്നത് ഇത് അടഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു സ്പ്രിങ് ലോഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ച് റിട്ടേൺ വരാൻ വേണ്ടി ഉള്ള ഒരു സ്പ്രിങ് ലോഡിംഗ് സിസ്റ്റം കൊടുത്തേക്കുന്നത്. അതിന് വേണ്ടി. അതെ, പെട്ടെന്ന് അവിടെ നിന്ന് തള്ളി വരാൻ വേണ്ടി. ഇതൊക്കെ ശ്രദ്ധിക്കണല്ലേ. നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും കണ്ടിട്ടാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. അവിടെ ഒരു എക്സ്ട്രാ ഒരു ചെറിയൊരു അത് വെള്ളം നിറയ്ക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തേക്കുന്ന ടാങ്കിലേക്ക് വെള്ളം നിറയ്ക്കാൻ വേണ്ടി അവിടെ പൈപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ടാങ്ക് നിറയും. ഇതിനകത്ത് നമ്മൾ ലെവൽ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ലെവൽ എത്ര ഉണ്ടെന്നുള്ളത് ലെവലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഫിക്സ് ചെയ്യാനായിട്ടാണ്. അത് അവർ ലോക്കലി അവിടെ തമിഴ്നാട്ടിൽ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് പ്രൊവിഷൻ കൊടുത്തിട്ടേക്കുന്നതാണ്. എല്ലാ പോയിന്റ്സിലും ക്യാമറ വരാനായിട്ട്. ലൈറ്റിങ് എല്ലാം ഉണ്ട്. ഇതാണ് ഇത് സോളാർ ചാർജ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ സോളാറിലാണ് വരുന്നത്. ഇതിപ്പോൾ എല്ലാം സോളാറിലാണ് വർക്ക് ചെയ്യുന്നത്. നന്നീർ ഈ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളിൽ തന്നെ ഈ വെള്ളത്തിൻ്റെ പ്രിസർവ് ചെയ്യുന്ന മെത്തേഡ് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. കുട്ടികളെന്ന് ഉദ്ദേശിച്ചത് സ്കൂൾ കുട്ടികളെ 4ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. എല്ലാ സ്കൂളുകളിലും ഈ വണ്ടിയായിട്ട് മൊത്തം പോയി അവിടെ ഈ നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന വെള്ളം അതെങ്ങനെ ഫിൽട്ടർ ചെയ്യപ്പെടാം, ബാത്റൂമിൽ ഉപയോഗിക്കുന്ന വെള്ളം, കുളിക്കുന്ന വെള്ളം എങ്ങനെ ഉപയോഗിക്കപ്പെടാം, എങ്ങനെ റീയൂസ് ചെയ്യപ്പെടാം എന്നുള്ളതാണ് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് വെള്ളം നമുക്കെല്ലാം ഒരു പ്രശ്നമുള്ള കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വെള്ളം എങ്ങനെ റീയൂസ് ചെയ്യപ്പെടാം എന്നുള്ളത് കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ മനസ്സിലേക്ക് കയറ്റുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഓരോ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഇത് കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കുക ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് സ്കൂളുകളിൽ കൊണ്ടുപോയി ഇത് കാണിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വണ്ടിയുടെ ഒരു സൈഡ് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു. മറ്റേ സൈഡ് നമുക്കിപ്പോൾ വീണ്ടും കാണാനായിട്ട് പോവുകയാണ്. ഈ സൈഡിൽ ഞാൻ കിച്ചൺ ആണ് ആദ്യം കാണിക്കുന്നത്. ഈ കിച്ചണിൽ ഈ സ്റ്റൗ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വാട്ടർ ഫെസിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വാട്ടറാണ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു റിയലായിട്ട് കിച്ചൺ ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് പാത്രങ്ങൾ, ഗ്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെക്കാനായിട്ടുള്ള സംവിധാനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ഗ്യാസ് അവിടെ പ്ലേസ് ചെയ്യുകയും ചെയ്യും. ഗ്യാസിൻ്റെ ഒരു കുറ്റി അവിടെ പ്ലേസ് ചെയ്യുകയും ചെയ്യാം. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇൻ കേസ് ഇവർക്ക് തന്നെ എന്തെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ അവർക്കത് യൂസ് ചെയ്യാനും പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. അവിടെ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് എല്ലാം ഉണ്ട്. ലൈറ്റ് ഉണ്ട്. പിന്നെ ഒരു പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതോടുകൂടി തന്നെ ഈ പോർഷൻ എന്ന് പറയുന്നത് ആ ഫിൽട്രേഷൻ്റെ മെത്തേഡ് കാണിക്കാൻ വേണ്ടി ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ഒരു പോർഷനാണത്. അവിടെ അല്ലേ? അതിനകത്ത് അവരത് ഫില്ല് ചെയ്യും. നമ്മളത് ഫില്ല് ചെയ്തിട്ടില്ല. അത് അവർ നമ്മുടെ സ്കോപ്പിൽ വരുന്ന അല്ലാത്തതുകൊണ്ട് നമ്മളത് ഫില്ല് ചെയ്തിട്ടില്ല. അത് ശരി. അതായത് നമ്മളെ അത് ഫിൽറ്റർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വേണം, മെത്തേഡ്സ് എന്തൊക്കെ സിലിക്ക വേണോ, കരി വേണം, ഇങ്ങനെയൊക്കെ ഉള്ളത് അവരുടെ ആ മെത്തേഡ് അനുസരിച്ച്, സിലബസ് അനുസരിച്ച് അവർ ആ സൈഡിലാണ് വരിക. ആ സൈഡിൽ. ഓക്കെ. ഇത് നമ്മുടെ ടോയ്ലറ്റാണ്. ഇതിനകത്ത് നമ്മൾ ഈ ടോയ്ലറ്റ് ഇവിടെ ഉണ്ട്. അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കുളിക്കാം. ഷവറുണ്ട്. ഇതിപ്പോ 6 ഫീറ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ അത് കിട്ടത്തില്ല. ഈ വെളിയിൽ വരുന്നുണ്ട് നമുക്ക് അത്രയും കിട്ടത്തില്ല. കിട്ടാത്ത എന്തുകൊണ്ടാണെന്ന് നമ്മൾ ബേസിക്കലി കുട്ടികൾക്ക് വേണ്ടിയാണല്ലോ ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇത് കൊടുത്തിട്ടില്ല. ഇല്ലെങ്കിൽ പിന്നെയും നമുക്ക് ഗവൺമെന്റ് പറയുന്ന ഒരു ഹൈറ്റ് ഇതിനുണ്ട് ഈ വണ്ടിക്ക്. അതിൽ നിന്ന് പോകും. പക്ഷെ നമുക്ക് അകത്ത്
ഇത് നമുക്ക് അതെ നിൽക്കത്തക്കോണമുള്ള സ്ഥലമുണ്ട്. ഓക്കെ, ഇതിലിപ്പോ എന്തൊക്കെയുള്ളത്? അവിടെ ലൈറ്റ് ഉണ്ട്, ഇതിനകത്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലാസ്, കണ്ണാടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവര് ഫിക്സ് ചെയ്തോളും. അതൊക്കെ ആ സൈഡ്, അതൊക്കെ സൈഡിൽ ഫിക്സ്. അതിന് മുകളിലും ഒരു ഷവർ കൊടുത്തിട്ടുണ്ട്. ഷവറുണ്ട്, താഴെ വെള്ളം ബക്കറ്റിൽ പിടിക്കാനായിട്ട് നമ്മുടെ ഹാൻഡ് ഷവറുണ്ട്. ഇതെല്ലാം ഇതിൽ കൂടിയാണ് വേസ്റ്റ് വെള്ളം താഴേക്ക്. അതെ, ഇതിൽ കൂടെ വെള്ളം വേസ്റ്റ് താഴെ പോകും. വീണ്ടും അത് ഫിൽട്ടർ ചെയ്തിട്ട് വീണ്ടും അതിന്റെ ഫിൽട്രേഷനും ഈ കിച്ചണിലെ വെള്ളത്തിന്റെ ഫിൽട്രേഷനും ഒരേ ടാങ്കിൽ കളക്ട് ചെയ്യപ്പെടും. അത് വീണ്ടും യൂസ് ചെയ്യപ്പെടുന്നത് ഈ ഫ്ലഷിലേക്കാണ്. ഫ്ലഷിലേക്കാണ് യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള വെള്ളം ഫ്ലഷിലേക്ക് യൂസ് ചെയ്യാതെ ഈ ഫിൽട്ടർ ചെയ്യുന്ന വെള്ളം യൂസ് ചെയ്യും. ഈ കിച്ചണിലേക്ക് യൂസ് ചെയ്യപ്പെടുന്നത് ഫ്രഷ് വാട്ടർ യൂസ് ചെയ്യും. അത് നമ്മൾ ഫസ്റ്റ് ഫ്രണ്ട് കണ്ട പോലെ തന്നെ ആ ടാങ്കിൽ നിന്ന് അവിടെ യൂസ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിനകത്തൊരു വലിയൊരു ഇതുള്ളത്, നമുക്കൊരു റെയിൻ സെറ്റപ്പ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ഞാൻ അതാ നോക്കുന്നത്, ഏത് ഭാഗത്താണ് ഈ മഴ പെയ്യുന്നത് കാണുന്നല്ലോ. നമ്മളിവിടെ മേളിലായിട്ടാണ് റെയിൻ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ഇതാണ് ഡിവൈസ്. ക്യാമറ ഒക്കെ മാറ്റിക്കോ, ചിലപ്പോൾ നിങ്ങളും നനഞ്ഞെന്നിരിക്കും. കുറച്ച് ദൂരേക്കല്ലേ? കുറച്ച് ദൂരെ നിന്നോളൂ. ഓക്കെ, ഒരു റെയിൻ സെറ്റപ്പ് ഇവിടെ ഇങ്ങെത്തുന്നുണ്ട് വെള്ളം. അതെ, ഏകദേശം ഒരു അറൌണ്ട് 5 meters 15-20 feet നമുക്കിത് കിട്ടും. ഇവിടെ വരുന്ന കുട്ടികൾക്ക് ആ റെയിൻ ഫീൽ ചെയ്യണമെന്നുള്ളതായിരുന്നു അവരുടെ ഒരു മേജറായിട്ടുണ്ടായിരുന്ന ഒരു റിക്വയർമെന്റ്. അതും നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു മഴ കൊള്ളുന്ന ഒരു ഫീൽ. അതെ, മഴ കൊള്ളുന്ന ഒരു ഫീൽ ഉണ്ട്. ഇതിപ്പോ നോക്കി, ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഫുള്ള് നനഞ്ഞു. അതെ, ഈ ഭാഗത്തൊക്കെ നനഞ്ഞിട്ടുണ്ട്. ഇത് പ്രത്യേക ഒരു ടെക്നോളജിയാണ് ഇത് ഈ ചെയ്തിരിക്കുന്നത്. അതെ, ഇതിപ്പോ നമ്മൾ പല ചെറിയ ചെറിയ സ്പ്രിംഗ്ലേഴ്സ് യൂസ് ചെയ്തിട്ട് നടക്കാഞ്ഞിട്ട് നമ്മൾ ഇതുപോലൊരു സാധനം ഉണ്ടാക്കിയെടുത്ത് സെറ്റപ്പ് കൊടുത്തേക്കാണ്. റെയിൻ വാട്ടറിൻ്റെ ഫിൽറ്ററിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് കളക്ട് ചെയ്യപ്പെടുന്ന വെള്ളം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വലിയ ഹോളുണ്ട് വീടിൻ്റെ, ഇതിൻ്റെയൊക്കെ മണ്ടയ്ക്ക് കളക്ട് ചെയ്യപ്പെടുന്ന വെള്ളം നമുക്കത് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ അതിനെ ഫിൽട്ടർ ചെയ്ത്, ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ച് അതിനെ ഫിൽട്ടർ ചെയ്തിട്ട് ആ വെള്ളം നമുക്ക് നേരിട്ട് നമ്മുടെ കിണറ്റിലോട്ട് ഇറക്കി വിടാൻ പറ്റും. മൊത്തം ഒരു ഫിൽട്രേഷൻ ഇതെങ്ങനെയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കും. അതെ. ഓ, അത് ശരി. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് മേലെ ഒരു മഴയുടെ ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അത്രേ ഉള്ളൂ. അതിന് പുറകിലൂട്ട് വരുന്ന വെള്ളത്തിന് അതിൽ കൂടിയാണ് ഒരു സർട്ടൻ പെർസെന്റേജ് ഓഫ് വെള്ളം അതിനകത്തൂടെ കളക്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്യുന്നു എന്ന് മാത്രം കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. യൂണിക്കോൺ കോച്ച് വർക്സിന്റെ എഡ്യൂക്കേഷൻ ട്രക്കിന്റെ വിശേഷങ്ങൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഒരു ഭാഗത്ത് നല്ല വിശാലമായിട്ടുള്ള ഒരു സ്റ്റേജ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഒത്തിരി പേർക്ക് ഇരിക്കാനും നിന്ന് സംസാരിക്കാനും ഒക്കെയുള്ള സൗകര്യത്തോട് കൂടിയിട്ടാണ് ആ സ്റ്റേജ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് കിച്ചൺ കിടക്കുന്നുണ്ട്, തൊട്ടടുത്ത് തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി ഒരു വാഷ്റൂമും ഉണ്ട് അല്ലേ. പുറകു വശത്തേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ മഴ, നല്ല രീതിയിലൊരു മഴയും അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടിപൊളിയായിട്ട് തന്നെയാണ് ഈ ഒരു ട്രക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ തമിഴ്നാട്ടിലുള്ള കുഞ്ഞു മക്കൾക്ക് സ്കൂളുകളിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രക്ക്. കാരണം സഞ്ചരിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു ട്രക്കാണ് ഈ രീതിയിൽ രൂപകൽപ്പന ചെയ്തു വെച്ചിരിക്കുന്നത്. അത് ചെറിയ പണിയൊന്നുമല്ല, ചെറിയ രീതിയിലൊന്നുമല്ല മാത്യു ചേട്ടൻ തല പുകച്ചിരിക്കുന്നത്. നല്ലൊരു സെറ്റിങ്സ് തന്നെ ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ കേരള സർക്കാരിനും ഇതേപോലുള്ളൊരു ട്രക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ പഠിപ്പിക്കാനുള്ള ഒരു കാര്യം കൂടി നമുക്ക് ഈ ഒരു ട്രക്ക് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ട് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലായിരുന്നു, വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഇൻട്രോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുന്നേയും 2 വീഡിയോ മാത്യു ചേട്ടനും യൂണിക്കോണിന്റെ നിങ്ങൾ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ പോയിട്ട് കാണണം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.